ചൂട് സഹിക്കാൻ വയ്യ. ഓരോ ദിവസം കഴിയുന്നതോറും ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം കേരളത്തിലാകെ ഉഷ്ണതരംഗമാണ്. എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കുക. ചൂട് സമയത്ത് കഴിവതും പുറത്തിറങ്ങാതിരിക്കുക. സൺസ്ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങാവുള്ളൂ. നല്ലപോലെ വെള്ളം കുടിക്കുക. പണ്ടുള്ള ആളുകളെ ചൂട് സമയത്ത് കുടിക്കുന്ന നല്ലൊരു കൂൾ ഡ്രിങ്ക്സാണ് നമ്മളിതിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. പച്ചമാങ്ങയും തൈരും വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. കൊച്ചുള്ളിയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ 2 കപ്പ് കറിവേപ്പില, അതും പച്ചക്കറിവേപ്പില തന്നെ വേണം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 കാന്താരിമുളക്, ഇത് ഞാൻ വെള്ളക്കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പച്ചമാങ്ങ നമുക്ക് മൊത്തത്തിൽ വേണ്ട. ഇനി നമുക്ക് ഈ പച്ചമാങ്ങ നല്ലപോലെ ഒന്ന് കഴുകി പൂളി അരിഞ്ഞെടുക്കാം. മാങ്ങ ഇവിടെ ഞാൻ കഴുകി പൂളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പൂള എടുത്തിട്ടുള്ളൂ. മൊത്തം മാങ്ങ വേണ്ട, നല്ല പുളിയുള്ള മാങ്ങ ആണേ. അതുകൊണ്ട് ഞാൻ 2 പൂള് മാങ്ങായ എടുത്തിട്ടുള്ളൂ. അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തിട്ടൊരു ചെറിയൊരു മംഗലം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടിക്കല്ല് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഇടിക്കല്ല് വെച്ച് ചതച്ചെടുക്കണം. അല്ലെങ്കിൽ ഇടിക്കല്ലില്ലെങ്കിൽ അരകല്ലിൽ വെച്ച് നമുക്കൊന്ന് ചതച്ചെടുത്താലും മതിയേ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചതയ്ക്കാൻ പറ്റത്തില്ല. ആദ്യം നമുക്ക് കൊച്ചുള്ളി നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. കൊച്ചുള്ളി നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇഞ്ചിയും കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് മുളക് കൂടി ഇട്ട് ചതച്ചെടുക്കാം. ഇഞ്ചി, ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മാങ്ങയിൽ കുറേശ്ശെ ഇട്ട് മാങ്ങകൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. തൊലിയും കൂടെ ഉള്ളതുകൊണ്ട് അത് പതിക്കുന്ന ചതഞ്ഞ് എടുത്തോളും. നമ്മൾ തൊലി ചെത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നല്ലപോലെ നമുക്ക് ചതച്ചെടുക്കണം. അത് കുറേശ്ശെ ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് കൈ വെച്ച് ഞെരടി ഇടുകയോ അല്ലെങ്കിൽ നമുക്ക് ഇറുത്തിടുകയോ ചെയ്യാം കേട്ടോ. കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഒന്ന് ചതഞ്ഞു തോന്നും. മാങ്ങ ഇത്തിരിയും കൂടി ഒന്ന് ചതയാനുണ്ടെന്ന് തോന്നുന്നു. മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നു. ഒന്നുകൂടെ ഒന്ന് ചതച്ച് നോക്കാം. ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൂണിന് കോരി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മൺകലത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട്. മാങ്ങയുടെ തൊലി അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ചതഞ്ഞ് വേറിട്ട് പോകത്തൊന്നുമില്ല. എല്ലാം 2-3 സ്പൂണേ കാണത്തുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് കോരി മൊത്തത്തിലൊന്ന് മംഗളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു സ്പൂൺ, ഒരു 3/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് കട്ട തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടിക്കാം. കട്ടയെല്ലാം മാറ്റി നല്ല ലൂസാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച്. എന്ന് വെച്ചാൽ പുളിയുള്ള തൈരാണ്, അതുപോലെ മാങ്ങയ്ക്കും പുളിയുണ്ട്. അതിനനുസരിച്ചുള്ള തൈര്. നമ്മളിവിടെ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ സംഭാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു പച്ചമാങ്ങ സംഭാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചെറിയ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നുള്ള നല്ലൊരു സംഭാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തണുപ്പിന് വേണ്ടിയുള്ള ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ശകലം ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി പുളി മുന്തി ഇന്നത് അതുകൊണ്ടാണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചത്. നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണ്ടേ കുടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതൊന്ന് 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. ഇതിൻ്റെ ആ ഒരു നമ്മൾ ഈ ചതച്ചിട്ടതിൻ്റെ സത്തെല്ലാം ഒന്ന് മോരുമായിട്ടൊന്ന് ഇറങ്ങി ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സായി നല്ലൊരു ടേസ്റ്റ് ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. മങ്കലത്തിലിരിക്കുമ്പോൾ അതിൻ്റെ തണുപ്പും പോകത്തില്ല, ഒന്നുകൂടെ അതങ്ങ് കൂളിങ് ആവത്തതേ ഉള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പിലയുടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും ഉള്ളിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആ മോരും വെള്ളത്തിനകത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെർവ് ചെയ്ത് കുടിക്കാവുന്നതേ ഉള്ളൂ. ഐസ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇടാം. പക്ഷേ ഐസ് ഉണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഒരുപാട് തണുപ്പായിട്ടുള്ള ഈ ചൂടിന് നമ്മൾ കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിന് തണുപ്പുണ്ട്, വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇടാം. നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്ത് കുടിക്കാം. നമ്മുടെ ശരീരത്തിന് നല്ല കൂളിംഗ് ആക്കാനും ഒരു റിഫ്രഷിങ് ഉണ്ടാകാനും പറ്റിയ നല്ലൊരു സംഭാരമാണ് പച്ചമാങ്ങ സംഭാരം. അറിയാമല്ലോ, പണ്ടൊക്കെ ഈ ചൂട് സമയത്ത് ഈ കൂൾ ഡ്രിങ്ക്സ് ഒന്നും ഇല്ലാത്ത കാലത്ത് എല്ലാവരും കുടിക്കുന്ന ഒരേ ഒരു കൂൾ ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ നമ്മുടെ സംഭാരമാണ്. അത്രയ്ക്ക് നല്ല ശരീരത്തിന് ഗുണമുള്ള ഒരു സംഭാരമാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി സംഭാരം ഉണ്ടാക്കുമ്പം ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ യൂസ്ഫുള്ളായി വീഡിയോ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ താങ്ക് യു.